എല്ലാവർക്കും റീബോണ്ട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് റെസിപ്പി വീഡിയോസ് ഒന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഏതായാലും വെക്കേഷനും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിയാറൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ സ്കൂളൊക്കെ തുറക്കുന്നതിന് മുന്നേ നമുക്ക് പോകാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഒരു സ്ഥലത്തിൻ്റെ ഒരു വീഡിയോ ഒക്കെ ആയിട്ടാണ്. വേറെ എവിടെയല്ല കേട്ടോ, തൃശ്ശൂർ ചാവക്കാട് മറൈൻ വേൾഡിലാണ് കേട്ടോ. ഒരുപാട് നമ്മൾ കാണാൻ പോലും ചെയ്യാത്ത നല്ല വെറൈറ്റി ആയിട്ടുള്ള മീനുകളൊക്കെയുള്ള ഒരുപാടുള്ളൊരു അക്വേറിയമാണ് കേട്ടോ ഇത്. കയ്യും കാലും ഒക്കെയുള്ള ഒരു ചെറിയൊരു ഫിഷൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ വരണം കേട്ടോ. പിന്നെ ടിക്കറ്റ് നിരക്ക് കുറച്ച് അധികമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു ടിക്കറ്റിനുള്ള മുതൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമുണ്ട് കേട്ടോ. ഇവിടെയാണ് അതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ ഒരു കവാടം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ അതിലെ കൂടെ അല്ല കേട്ടോ. നമ്മുടെ മെയിനായിട്ടുള്ള എൻട്രൻസ് വരുന്നത് അതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഒരു വഴി കൂടെയാണ് കേട്ടോ. ഇത് കംപ്ലീറ്റും ആ ഒരു ഫിഷിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് കേട്ടോ അതിനകത്തുള്ളത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ കുറേ ഇല്ലികൾ, മുളകൾ, അതേപോലത്തെ ഒക്കെ സംഭവങ്ങളുണ്ട് കേട്ടോ അതിനകത്ത് കുളങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ടായിരിക്കണം. ഏതായാലും ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒരു ബൈക്ക് റേസിങ്ങോ അങ്ങനെ എന്തൊക്കെയോ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ തിരിച്ചിറങ്ങിയ സമയത്താണ് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഞങ്ങൾ അവിടെ ഒന്നും കയറിയില്ല കേട്ടോ. നമ്മൾ നേരെ ആ ഒരു മറൈൻ വേൾഡിൻ്റെ നേരെ ആ ഒരു ഫിഷിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് മാത്രമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നടന്ന് ഇതിൻ്റെ മെയിനായിട്ടുള്ള എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. എന്നിട്ട് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ അല്ല കേട്ടോ. നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ളത്. നമ്മൾ ഈ പോകുന്ന വഴി കൂടെയും നടക്കുന്ന എന്താ പറയുക, എല്ലാത്തിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഈ ഒരു ഫിഷും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളുടെ കുറേ ചെറിയ മോഡലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ പോകുന്നതിനിടയ്ക്ക് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ നിന്നൊന്നും ആരും കളിക്കുന്നൊന്നും കാണുന്നില്ല കേട്ടോ. കാരണം വെയിലായിട്ടാണോ എന്ന് അറിയത്തില്ല, അവിടെ ഓപ്പൺ ആണോ എന്നും അറിയില്ല കേട്ടോ. ഏതായാലും ഇപ്പോൾ അവിടെ ആരും കളിക്കുന്നൊന്നുമില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടുന്ന് നേരെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് വലിയവർക്കാണെങ്കിൽ 400 റുപ്പീസും പിന്നെ അതേപോലെ 60 വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് 350, അതല്ല കുട്ടികൾക്ക് 250 ആണ് കേട്ടോ വരുന്നത്. ആ ഒരു ടിക്കറ്റിനുള്ള മുതൽ നമുക്ക് ഈ ഒരു ഇതിൽ കാണാനും ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന സമയത്ത് ഇത് ബേർഡ്സ് പാർക്കാണ്. പക്ഷെ ഇപ്പം അത് നോ എൻട്രി ആണ് കേട്ടോ. എന്താണെന്നറിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ നോക്കുമ്പോൾ ഒക്കെ കുറച്ച് ചെറിയ പക്ഷികളൊക്കെ ചെറുതല്ല കേട്ടോ, മറ്റേ അങ്ങനത്തെ ചെറിയ പക്ഷികളെയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അവിടെ നോ എൻട്രി എന്നാണ് കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇപ്പം എന്താണെന്നറിയില്ല, കാണിക്കുന്നൊന്നുമില്ല. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടും ഇതുപോലെ കുറച്ച് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കുട്ടികളെ ഒന്നും കാണുന്നില്ല. എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സീസണാണല്ലോ. കുട്ടികളൊക്കെ ആ ഒരു ടൂറിനൊക്കെ വരുന്ന മക്കൾക്കൊക്കെ ആണെങ്കിൽ ആഴ്ക്കട്ടെ ഇതുപോലെ കുറേ കുട്ടികൾക്ക് ഒന്നിച്ച് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആക്ടിവിറ്റി ഏരിയ ഒക്കെയാണ് കേട്ടോ അത്. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ടിക്കറ്റൊക്കെ കൊടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രത്യേകം അവിടെ എഴുതി തന്നെ വെച്ചിട്ടുണ്ട്, നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ സൂക്ഷിക്കണം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ലൈറ്റുകളുണ്ട്, പക്ഷേ എന്നാൽ കൂടി അതിനുള്ളിൽ ഇരുടാണ്. അപ്പം നമ്മൾ അക്വേറിയത്തിൻ്റെ ആ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മിസ്സ് പുറത്തേക്ക് ആവുമൊന്നുമില്ല, എന്നാൽ അവിടെ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ അങ്ങനെ അതേപോലെ നമ്മളെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മോളെയൊക്കെ കൈയൊക്കെ മുറുക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഹസ്ബൻഡ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഫോൺ യൂസ് ചെയ്യാം, പക്ഷേ നമ്മൾ ഈ ഫ്ലാഷ് ലൈറ്റ് പറ്റൂല. വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും, ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും കേട്ടോ. പക്ഷേ ഫ്ലാഷ് ലൈറ്റ് പറ്റൂല എന്ന് മാത്രമേ ഉള്ളൂ. അതവരും പ്രത്യേകം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ കയറുമ്പോൾ തന്നെ ഇതുപോലെയുള്ള വലിയൊരു അക്വേറിയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ചെറിയ മീനുകളൊക്കെ ആയിട്ട് നല്ല എനിക്കെപ്പോഴും ഈ ഒരു മീനിനെ കാണുമ്പോൾ സ്കെച്ച് പെന്ന് പോലെയാണ് കേട്ടോ തോന്നുന്നത്. അങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഒരെണ്ണമാണേ. പിന്നെ നല്ല വെറൈറ്റി ആയിട്ട് ഇതുപോലത്തെ 2-3 സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട് കേട്ടോ ഇതിനകത്ത്. ഒരു കാറിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലൊരു അക്വേറിയമൊക്കെ സെറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ചെറിയ കുട്ടി അങ്ങനെ ഓരോരോ ചെറിയ അക്വേറിയം പോലെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തും ഓരോ ഫിഷുകളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ നടുക്കായിട്ട് ഒരു ഗ്ലാസിൻ്റെ ഒരു തൂണ് തന്നെയാണ് കേട്ടോ.
അതിനകത്ത് നിറച്ചും ഇതുപോലെ അടിപൊളി ചെറിയ ചെറിയ മീനുകളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചത് ഇതിനകത്തെ ആ ഒരു വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്ന ആ ഒരു ഫിൽറ്ററൊക്കെ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുള്ളത്. നമ്മുടെയൊക്കെ വീട്ടിലത്തെ അക്വേറിയത്തിലാണെങ്കിലും ഇങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ നമുക്ക് ഒരു അത്ര അങ്ങോട്ട് ക്ലിയർ ആയിരിക്കുമല്ലോ വെള്ളമൊക്കെ. പക്ഷേ ഇതൊക്കെ എത്ര നല്ല ക്ലിയർ ആണെന്ന് കണ്ടോണം കേട്ടോ. കംപ്ലീറ്റ് നമുക്കിതുപോലെ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ടല്ലോ. അങ്ങനെ അവരിത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് കേട്ടോ സമ്മതിക്കേണ്ടത്. ഓക്കെ, നമ്മളിവിടെ കാറിനകത്ത് കണ്ട പോലെ തന്നെ ഇതാ ഒരു പെട്ടി ഓട്ടോറിക്ഷയ്ക്കകത്തിട്ടാ നിറച്ചും ഇതാ മീനാണ് കേട്ടോ. ഇതൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ആക്കിയെടുക്കണമെങ്കിൽ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒരു വലിയൊരു ഹോള് പോലെയാണ്. എന്നിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലും ഇതുപോലെ ഓരോരോ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നതാണ് കേട്ടോ ഫിഷിനെയൊക്കെ. അപ്പം ഓരോ ഫിഷിൻ്റെ പേരും ഇതേപോലെ സൈഡിൽ അതിൻ്റെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേ ആ ഒരു ഫിഷിനെയാണ് കേട്ടോ നമ്മളിവിടെ കാണാനും പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള റൂമുകളിൽ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ചില സ്ഥലത്തൊക്കെ മീൻ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ് കേട്ടോ. ആ ഫിഷ് കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു ചിറക് മാത്രം ഇങ്ങനെ അടിയുന്നു മാത്രമേ ഉള്ളൂ. അതങ്ങനെ സ്റ്റാച്ചു ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ ഉണ്ടോ തോന്നിയത്. അങ്ങനെ ഈ ഒരു ഹോള് കംപ്ലീറ്റ് ഇതുപോലത്തെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫിഷുകൾ തന്നെയാണ്. ഇതുപോലെ ഒരു ഹോളിലാണ് കേട്ടോ നിറച്ചുള്ളത്. ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തേക്കുന്നതാണ് ഇതുപോലത്തെ ചെറിയ ചെറിയ അക്വേറിയങ്ങൾ. ഈ ഒരു അക്വേറിയത്തിൽ മത്സ്യകന്യകയൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. ചെറിയ ചെറിയ അക്വേറിയത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ ഒരുപാട് എന്താ പറയുക പ്രതിമകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്തേക്ക്. അങ്ങനെ നമ്മൾ ഈ ഹോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇതുപോലുള്ളൊരു ഗ്ലാസിൻ്റെ ബ്രിഡ്ജിൽ കൂടെയാണ് കേട്ടോ. നമ്മുടെ ചെരുപ്പ് ഊരിയിട്ട് വേണം നമുക്ക് ഇതിലെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെരുപ്പൊക്കെ ഊരിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ ബ്രിഡ്ജിനകത്തോട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ, ഇതിനടിയിൽ വലിയൊരു ഫിഷ് ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ആ ശരിക്കും ഞാൻ ആദ്യം ആ ഗ്ലാസ് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് എന്ത് കാണാനുള്ളൂ, ഒന്നും കാണാനില്ലല്ലോ എന്ന് കേട്ടോ. പിന്നെയാണ് കേട്ടോ വരുന്നത് അതിലെ കൂടെ വലിയൊരു ഫിഷ് ഇതാ വരുന്നുണ്ടേ. ഇതൊക്കെ കത്ത് താഴെ നോക്കണി, നമ്മളത്ര ഉണ്ട് മൻ. അമ്മച്ചി അത് നിങ്ങളെക്കാളും വലിയൊരു മീനുണ്ട് അതിനകത്ത്. ഇതൊന്നും അല്ല കേട്ടോ, ഇതിലും വലിയൊരു മീനുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ആട്ടോ അത് കാണുകയും ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അടുത്തൊരു അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോണത്. ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരു തവണയെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ച ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. വേറെ എവിടെയല്ല, നമ്മുടെ ഫിഷ് സ്പാ ആണ് കേട്ടോ. ഇതിനകത്ത് ഫ്രീ ആണ് കേട്ടോ. അതുകൊണ്ട് ഏതായാലും ഞാനൊന്ന് കൊണ്ട് കാലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു മീനുകൾ കാലിലിങ്ങനെ വന്ന് ഇങ്ങനെ കടിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ മോക്ക് പേടിയായതുകൊണ്ട് മോള് കാലൊന്നും വെച്ചിട്ടില്ല. ഞാനേതായാലും കാലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മോനും വെച്ചു കേട്ടോ. മോനും
അവന് പിന്നെ ഈ ഒരു വെള്ളം, മീൻ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്രേസാണ് കേട്ടോ. അവന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം ഈ ഒരു മേഖലയിൽ തന്നെയാണ്. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തൃശ്ശൂരുള്ള സൂവിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ തിങ്കളാഴ്ച ദിവസം അവിടെ ക്ലോസ്ഡ് ആണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അവിടെ പോകാൻ പറ്റാത്തതിനാണ് കേട്ടോ ഞങ്ങളിവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായത്. കാരണം നമ്മൾ എന്താ പറയുക, അത്രയും നല്ല രസമായിരുന്നു കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ കാലൊക്കെ ഇട്ട് കുറച്ച് നേരം ഫിഷ് സ്പാ ഒക്കെ ഞങ്ങൾ ഇവിടുന്ന് ചെയ്തു. സ്പാ മാത്രമൊന്നുമല്ല കേട്ടോ, അതിൻ്റെ അവിടെയും അടുത്തായിട്ട് തന്നെ ഇഷ്ടം പോലെ ഇതുപോലത്തെ ചെറിയ ചെറിയ അക്വേറിയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഫിഷുകൾ തന്നെയാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ചുറ്റുവട്ടത്താണ് കേട്ടോ ഈ ഒരു സ്പാ ഉള്ളത്. ഒരുപാട് ആൾക്കാർക്ക് ഒന്നിച്ച് ഇവിടെ ഇരുന്ന് സ്പാ ചെയ്യാനുള്ള സൗകര്യം എന്ന രീതിയിലുണ്ട് കേട്ടോ. ഇങ്ങനെ ചുറ്റും ഇവിടെയൊക്കെ നമുക്ക് ഇരുന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലവും കൂടെയാണ്. ഇതുപോലെ നല്ലൊരു അടിപൊളി ഒരു മത്സ്യകന്യകൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ ഒരു ഹോൾ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉള്ളത്. ഇതുപോലെ വലിയൊരു ഹോളാണ്. അത് നിറച്ച് നമുക്ക് ചുറ്റിനും ഇതുപോലെ എന്താ പറയുക, നമ്മുടെ ആ ഒരു ഫിഷ് സ്പായും പിന്നെ അതുപോലെ കുറച്ച് ഫിഷുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇനി ഇവിടുന്ന് നമ്മൾ ഇതിലേക്ക് പോണത് ഒരു സ്നോ ഹൗസ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങോട്ടേക്കാണ് കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനൊന്നുള്ളൊരു പെർമിഷൻ ഇല്ല. വീഡിയോ എടുക്കാം കേട്ടോ, പക്ഷേ ഫോട്ടോ നമുക്ക് അവിടെ ഇരുന്ന് എടുക്കാനൊന്നും പറ്റത്തില്ല എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇവർക്ക് ഇവിടെ ഒരു ചെറിയൊരു ബിസിനസ് ഉണ്ട്. കാരണം നമുക്ക് ഇവിടുന്ന് ഇരുത്തിയിട്ട് നമുക്ക് ഫോട്ടോ എടുത്തു തരും. നല്ല അടിപൊളി ഫോട്ടോ ആയിരുന്നു കേട്ടോ. അത് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവേ. അപ്പം ഇവിടെ നമ്മൾ 4 ഫോട്ടോ എടുത്താൽ മാത്രമാണ് കേട്ടോ അവർ നമ്മുടെ വാട്സപ്പിലേക്ക് നമുക്കത് അയച്ചു തരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുത്ത് തരും. 4 എണ്ണമാണെങ്കിൽ വാട്സപ്പ് ചെയ്ത് തരത്തുള്ളൂ. ഏതായാലും ഞങ്ങൾ ഇവിടെ ഇരുന്ന് നല്ല 2 ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. മോളോട് ഒറ്റയ്ക്ക് നിൽക്കാൻ പറഞ്ഞിട്ട് അവൾ നിന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ മാത്രം എടുത്തു കേട്ടോ. ഏതായാലും ഞാനത് ഇതിൽ കാണിക്കാവേ. ആ 2-3 ഫോട്ടോസാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൽ ഒരു പ്രിൻറ്റും കൂടെ കൂട്ടിയെടുത്തേ ഉള്ളൂ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലി. ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചാണ് പോയത്. മോളുടെ ഇതുപോലത്തെ ഒരു ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് അവളെ സമ്മതിച്ചില്ല കേട്ടോ. ഈ ഒരു ഏരിയയിലാണ് കേട്ടോ ഇതുപോലത്തെ കുറച്ച് തെരണ്ടികളുണ്ട് കേട്ടോ. ചെറിയ നല്ല ഡിസൈനുള്ള തെരണ്ടികളാണ്. അവിടുന്ന് നമ്മൾ ഇതുപോലത്തെ ഒരു ഹോളിലേക്കാണ് വന്നിട്ടുള്ളത്. അവിടെയും ഇതേപോലെ നല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളും ഓരോരോ ചെറിയ ചെറിയ അക്വേറിയങ്ങളും ഒക്കെ കൂടെ ഉള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ അതേപോലെ പോണത് ഒരു റെയിൻ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ. ആ കയറുമ്പോൾ ഉള്ള വലതുവശത്തായിട്ട് ഇതാ നമ്മൾ ഈ ഒരു താഴെ കുറച്ച് ആമകളൊക്കെ ഉണ്ട്. ചെറിയതാണ് കേട്ടോ, എന്നാലും ഇതിനകത്തുണ്ട് കേട്ടോ കുറച്ച് ആമകളൊക്കെ. ഇവിടുന്ന് നമ്മൾ കയറി ചെല്ലുന്നത് ഒരു അടിപൊളി ഒരു വ്യൂ ഒരു സ്ഥലത്തേക്കാണ്. ശരിക്കും ഒരു കാട്ടരുവിയൊക്കെ ഒഴുകുന്ന പോലെയോ എന്താ പറയുക, അങ്ങനത്തെ ഒരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഈ ഒരു ഫോണിലൂടെ ഈ ഒരു ക്യാമറയിൽ കൂടെ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ. നിങ്ങൾ നേരിട്ട് വന്നിട്ട് എന്തായാലും ഇതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇത് പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ പോയപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണിത്. ഇവിടുന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അവർ നമുക്ക് എടുത്തു തരും വേണമെന്നുണ്ടെങ്കിൽ. എന്താ പറയുക, അടിപൊളി ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
ഇവിടുന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ ആ ഫസ്റ്റ് കയറിയ ആ ഒരു ഹോളിലേക്ക് തന്നെയാണ് കേട്ടോ എത്തുന്നത്. ഇതാ ഈ ഒരു ഹോൾ തന്നെയാണ് നമ്മൾ ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ ഇതുപോലെ ഈ ഒരു ചെറിയ ചെറിയ അക്വേറിയങ്ങളും അതിനകത്ത് ഒരുപാട് വെറൈറ്റി മീനുകളും ഒക്കെയാണ് കേട്ടോ ഉള്ളത്. ഈ ഒരു സ്ഥലത്തെത്തിയപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഫിഷിനെ ഒന്നും കാണുന്നില്ല കേട്ടോ. പിന്നെയാണ് കേട്ടോ ഞങ്ങൾ കണ്ടുപിടിച്ചത് ഇതിനകത്തൊരു ഫിഷ് ഉണ്ട് എന്നുള്ളത്. അതിതാ ഈ താഴെ കിടക്കുന്നതാണ് കേട്ടോ. ശരിക്കും ആ ഒരു അതിനകത്ത് ഇട്ടിരിക്കുന്ന ആ ഒരു കല്ലിൻ്റെ കളറും ആ ഒരു ഫിഷിൻ്റെ കളറും ഒക്കെ ഏകദേശം ഒരേ മാതിരി തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു ഫിഷ് ടാങ്കിലാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കയ്യും കാലും ഒക്കെ ഉള്ളൊരു ഫിഷ് ഉള്ളത്. ചെറിയ ഫിഷാണ്. ശരിക്കും നോക്കണം കേട്ടോ, എന്തൊക്കെ ഒരു കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നതെന്നുള്ളത്. ഞാനിപ്പോൾ വിചാരിക്കുന്നത് കടലിനടിയിലൊക്കെ നമ്മളൊക്കെ കാണാത്ത എന്തൊക്കെ തരം മീനുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതിൻ്റെ കയ്യും ഉണ്ട് കാലും ഉണ്ട്. ഇതിൻ്റെ ഈ ഒരു കളറിൽ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ 2 കളറിൽ വെറൈറ്റി ആയിട്ടുള്ളൊരു കളറും ഉണ്ടായിരുന്നു. അതും ഞാൻ ഇത് 2 കേട്ടോ. ഇതിനും ഉണ്ട് കയ്യും കാലും ഒക്കെ ഉള്ള ഫിഷാണ് കേട്ടോ. അതിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്.
ഈ ഒരു ടാങ്കിലാണ് കേട്ടോ അടുത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരാളുള്ളത്. വേറെ ആരല്ല കേട്ടോ, ഷാർക്കാണ്. എന്ത് രസമാണെന്നറിയാം കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ഷാർക്കിനാണ് കേട്ടോ ഇതിനകത്തുള്ളത്. ഇവിടെയും അതേപോലെ തന്നെ തെരണ്ടികളുടെ ഒരു സ്ഥലമാണ് കേട്ടോ. ചെറിയതും വലുതും ഡിസൈനുള്ളതൊക്കെ ആയിട്ടുള്ള കുറച്ച് തെരണ്ടികളുണ്ട് ഇവിടെ.
ഇനിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു അക്വേറിയത്തിലെ ഏറ്റവും വലിയൊരാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് കേട്ടോ അയാൾ. ഇപ്പോൾ ഇതിങ്ങനെ സൈലൻ്റായിട്ട് ഇങ്ങനെ അടങ്ങിയിരിക്കുന്നുണ്ടെങ്കിലും ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് നല്ല ടെററായിട്ട് അങ്ങോട്ട് എണീറ്റ് വന്നു കേട്ടോ. ഈ ഒരു സ്ഥലമാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സത്യം പറഞ്ഞാൽ ഈ ഒരു അക്വേറിയത്തിനകത്ത് നമുക്കിതാ നമ്മുടെ തലേൻ്റെ മുകളിൽ കൂടെയൊക്കെ നമ്മുടെ ആ ഒരു മീനൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. 1-2 ഉണ്ട് അതുപോലത്തെ വലിയ മീനുകളൊക്കെ ഇതിനകത്ത്. ഏതായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു അക്വേറിയം. പിന്നെ നമ്മൾ ഇതിനകത്തൂടെ അവിടെ നിന്നും കൂടി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മീനുകളും കൂടി ഉള്ളൂ കേട്ടോ. ഇതോടുകൂടി നമ്മുടെ ഇതിനകത്ത് ഈ ഒരു അക്വേറിയത്തിനകത്ത് ഫിഷിനെ കാണലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിനി പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ചൂണ്ടയിട്ട് മീനിനെ പിടിക്കാനുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഞാൻ മക്കളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു അക്വേറിയത്തിൻ്റെ ഉള്ളിൽ ഭാഗത്തുള്ളത്. ഇനി നമുക്ക് കുറച്ച് ഫിഷുകൾക്ക് ഫീഡ് ചെയ്യുന്നൊരു സ്ഥലവും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. പിന്നെ നമ്മൾ ഉള്ളിൽ നിന്ന് എടുത്ത ഫോട്ടോൻ്റെ പ്രിൻ്റ് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ. നമ്മൾ ഫോണിലേക്കും 4 ഫോട്ടോൻ്റെ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫോണിനകത്തേക്ക് നമുക്ക് അവർ വാട്സപ്പ് ചെയ്ത് തരികയും ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് നല്ല പോലെ പ്രിൻ്റൊക്കെ എടുത്ത് നമുക്ക് നല്ല അടിപൊളി കവറൊക്കെ ആയിട്ട് നമുക്ക് അതിനകത്ത് ഇട്ട് തരികയും ചെയ്യും കേട്ടോ. ഇതാണ് നമ്മുടെ ഫിഷിനെ ഫീഡ് ചെയ്യുന്ന സ്ഥലം കേട്ടോ. അപ്പം ധൈര്യമുള്ളവർക്കും പേടിയില്ലാത്തവർക്കൊക്കെ നമുക്ക് ഇവിടുന്ന് നമുക്ക് അവർ ഫുഡ് നമ്മുടെ കയ്യിൽ വെച്ച് തരും. മക്കളൊക്കെ ഫുഡൊക്കെ കൊടുത്തു കേട്ടോ, അവർക്ക് അതിനൊന്നും യാതൊരു പേടിയില്ല.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ഈ ഒരു വെക്കേഷനിൽ ഇവിടേക്ക് ഒന്ന് പോയി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങളുടെ ഇതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോ ഇട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.